ഹായ് ഫ്രണ്ട്സ്, ഐ എം റിഫ. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ്. ഓൺലൈൻ ലേണിങ്ങിനും ഇ ലേണിങ്ങിനും ഒക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു ഫെസിലിറ്റിയാണ് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അങ്ങനെ വലിയ വലിയ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇൻ കേസ് നമുക്ക് അവിടെ പഠിക്കാനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ വരെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മൂക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഓൺലൈനായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയാണോ ആ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് നമ്മൾ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പഠിക്കുന്നു. MOOC is one of the emerging technology in the field of education. Massive because enrollments are unlimited and can run into thousands. Open because anyone can enroll, that is, there is no admission process. Online because they are delivered via the internet. Course because their goals is to teach a specific subject. ഓപ്പൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്മിഷൻ പ്രോസസ്സായി ഒന്നും തന്നെ ഇല്ല. ഓൺലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു സബ്ജക്റ്റ് അവർ ത്രൂ ഇൻ്റർനെറ്റ് വഴിയാണ് നമുക്ക് ഡെലിവർ ചെയ്യുന്നത്. കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് സബ്ജക്റ്റാണ് അവിടുത്തെ ഗോള്, അത് ടീച്ച് ചെയ്യുക എന്നുള്ളതാണ് കോഴ്സ്. MOOCs typically comprise video lessons, readings, assessments and discussions. അതായത് മൂക്സ് സാധാരണയായിട്ട് വീഡിയോ ലെസൺസ്, റീഡിങ്സ് ആയിട്ടും അസസ്മെൻ്റ് ആയിട്ടും ഡിസ്കഷൻ സെഷൻസ് ആയിട്ടും ഒക്കെയാണ് ഉൾക്കൊള്ളുന്നത്. MOOCs are one of the best prominent trends in higher education in recent years. The term MOOCs represents open access, global, free, video-based instructional content, videos, problem sets and forms released through an online platform to high volume participants aiming to take a course or to be educated. Massive open online courses are flexible and open form or self-directed online learning designed for mass participation. There are no fees, no formal academic credit, and no entry requirements. The major English medium MOOC platform provides are Coursera, edX, Canvas and FutureLearn. Features of MOOC. Educator involvement. While educators are involved in the design and production of the MOOC, their involvement during the running of the course is minimized because of the lack of formal assessment or formal academic credit. That means MOOC എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ മാർക്കറ്റിംഗ്, ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള കോഴ്സസൊക്കെ ഡിസൈൻ ചെയ്യുന്നത് വെൽ നോൺ ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സൊക്കെ ആയിരിക്കും. എൻഗേജ്മെൻറ്റ്. ഇറ്റ് ഈസ് പോസിബിൾ ടു എൻഗേജ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വിയ ഡിസ്കഷൻ ഫോംസ്. റീവാച്ചബിൾ. Students are able to watch and rewatchable lecture videos. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ തന്നെ ഫെബിന മാം യൂട്യൂബിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം ടൈമിൽ ഇത് റീവാച്ച് ചെയ്യാൻ പറ്റും. അതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്കെയിൽ. MOOCs ആർ ഡിസൈൻ ടു റീച്ച് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് സ്കെയിൽ കാണിക്കുന്നത്. അസസബിൾ. Most MOOCs include in video concept check questions with immediate feedback as well as per review. അതായത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആയിട്ടും റിവ്യൂ ആയിട്ടും ചെക്ക് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് സ്റ്റുഡൻസിനെ എപ്പോഴും അസസ് ചെയ്തുകൊണ്ടിരിക്കും. അതുതന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവർ തരുന്ന കോൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അസസബിൾ. കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. Participants can learn at their own space and choose which material they engage with. അതായത് ഏത് മോഡിൽ നമുക്ക് മെറ്റീരിയൽസ് വേണം എന്നുള്ളത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ചോയ്സുകളുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ഓൺലൈൻ കോഴ്സസ് ആൻഡ് MOOCs. കോസ്റ്റ് ടു യൂസറിൽ ഓൺലൈൻ കോഴ്സസിൽ ഫീസ്, MOOCസിൽ നോ ഫീസ്, പോസിബിളി സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഓർ സപ്പോർട്ട്. അതായത്
അവിടെ ഫീസില്ല എന്ന് വെച്ചിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ സപ്പോർട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും ചെറിയ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. എൻട്രൻസ് റിക്വയർമെൻറ്റ്സ് ഓൺലൈൻ കോഴ്സസിൽ യെസ് ആസ് പെർ കൺവെൻഷണൽ കോഴ്സസ് മൂക്സിൽ നോൺ. സ്കെയിൽ ലിമിറ്റഡ് ക്യാപ്ഡ് ബൈ റിസോഴ്സസ് അവൈലബിൾ ഫോർ സപ്പോർട്ട് ആൻഡ് അസസ്മെൻറ്റ്. മൂക്സിൽ 1000 സേവിങ്സ് ഡ്യൂ ടു ലിമിറ്റഡ് ലെക്ചർ സപ്പോർട്ടിൽ. ലെക്ചേഴ്സ് റോളിൽ ഓൺലൈൻ കോഴ്സസിൽ റെസ്പോൺസിബിൾ ഫോർ കരിക്കുലം അലൈൻമെൻറ്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് സപ്പോർട്ട്. മൂക്സിൽ ഫ്ലെക്സിബിൾ റോൾ റിഗാർഡിംഗ് ദ കരിക്കുലം, ലിമിറ്റഡ് ഇൻഡിവിജ്വൽ സപ്പോർട്ട്. കോപ്പിറൈറ്റ് ഓൺലൈൻ കോഴ്സസിൽ ലാർജ്ലി പ്രൊപ്രൈറ്ററി. മൂക്സിൽ സം ഓപ്പൺ കണ്ടന്റ് മേ ബി പ്രൊപ്രൈറ്ററി ഓർ ഓപ്പൺ യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ഓഫൺ മൂക്ക് പ്രൊവൈഡർ. പ്രൊവൈഡേഴ്സിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സ്. മൂക്സിൽ ട്രഡീഷണൽ റെസിഡൻഷ്യൽ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് പാർട്ട്നേർഡ് വിത്ത് പ്രൈവറ്റ് കമ്പനീസ്. അനലിറ്റിക്സ് നോ നോട്ട് യൂഷ്വലി. മൂക്സിൽ യെസ് വൺ ഓഫ് ദ പ്രോമിസസ്. ഓൺലൈൻ കോഴ്സസിൽ സർട്ടിഫിക്കേഷൻ കൺവെൻഷനലാണ്, മൂക്സിൽ നോൺ കൺവെൻഷണൽ. ക്വാളിറ്റി ഓൺലൈൻ കോഴ്സസിൽ അഷുറൻസ് അലൈൻഡ് വിത്ത് യൂഷ്വൽ ഫോർമൽ കോഴ്സസ് QA പ്രോസസ്സ് മൂക്സിൽ ആസ് പെർ നോൺ ഫോർമൽ ഓഫറിങ്സ്. ഇനി പറയാനുള്ളത് കാറ്റഗറീസ് ഓഫ് മൂക്സ് ആണ്. ടീച്ചിങ് ഷോക്കേസ് ജനറൽ ഇൻട്രസ്റ്റ് കോഴ്സ് ഇൻ വിച്ച് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടീച്ചിങ് ഈസ് ഷോക്കേസ്ഡ് വിത്ത് ദ എയിം ഓഫ് റേസിംഗ് ദ appeal or reputation of the institution. Gateway skills aimed at prospective undergraduate students with the intention of preparing upskills prospective students for a particular area of study. Graduate literacy provides students entering postgraduate level of study with opportunities to develop the necessary skills such as proposal writing, research methods and statistical analysis. Professional showcase focus on professional certification and professional development. Research showcase aimed at raising the appeal of the institution as a center for research excellence. MOOC type of courses OBC, SPOC, MOOC, Rapid MOOC. OBC open boundary courses. SPOC small private online course. MOOC massive online course. Rapid MOOC a MOOC this is adapted for paying students or include as part an existing course for enrolled students. അതായത് ഇപ്പോൾ പഠിക്കുന്ന കോഴ്സിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു എക്സിസ്റ്റിംഗ് കോഴ്സും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പറയാം. കൺസേൺസ് അബൌട്ട് മൂക്സ്. ഫോംസ് ഓഫ് സർട്ടിഫിക്കേഷൻ ഡിജിറ്റൽ ആൻഡ് ക്രിട്ടിക്കൽ ലിറ്ററസി, കണക്ടിവിറ്റി, ലാംഗ്വേജ്, കോപ്പിറൈറ്റ്. Forms of certification for some lack of certification or the emergent nature of new forms of certification may be concerned. Lack of certification ആണ് അവിടെ. Digital and critical literacy. Research has shown that participating in MOOCs requires critical and digital literacy, that is skills and competence to thrive and learn in digital environment. Connectivity. Most MOOCs include video and assume good reasonably priced connectivity and bandwidth, thus limiting participation for many learners, especially those in rural areas and away from formal institutions. Language. MOOCs are delivered primarily in English, although globally language-specific platforms are emerging. Copyright. MOOCs and other online courses change rules of engaging with the copyright in MOOC platform in India. National Digital Repository of IGNOU, Sakshat providing e-content, Shishya for 11-12 standards by CBSE board, and Vidya Vahini integrating IT into the curriculum of rural schools by providing attractive training and developmental communication. Some of the common programs: Education and Research Network, Consortium for Educational Communication, Information and Library Network Center. Some of those organization: NPTEL for National Program on Technology Enhanced Learning. It is a project funded by MHRD, initiated in 2003. NPTEL has started online courses in computer science, electrical, mechanical and
organ engineering, management, humanities, music, etc. Currently, it is offering more than 1,200 courses and is planning to launch 600 more courses on various topics for the period 2016 and 2020. MOOCit by Indian Institute of Kanpur. In 2014, it is a powerful system that can be used to offer online courses at any scale from micro to massive. This is very helpful for learners belong to rural areas not having smartphone, laptop, internet connectivity, high bandwidth. They just need dumb basic phone. IIT Bombex. IIT Bombex is a non-profit MOOC platform developed by IIT Bombay using the open source platform Open edX in 2014. It was created with funding from National Mission on Education through Information and Communication Technology, Ministry of Human Resource Development, Government of India. It is offering 63 courses on different subjects from multiple disciplines. SWAYAM. SWAYAM stands for Study Webs of Active Learning for Young Aspiring Minds. Launched by the Ministry of Human Resource Development, Government of India. Launching 2000 courses. SWAYAM offers the courses for school certificate, diploma, undergraduate and postgraduate. Assigned to 6 institutes, NCRT and NIOC for offering school education, IGNOU for out-of-school learners, CEEC for undergraduate education, UGC for post-graduation, NPTEL for engineering, and IIMB for management studies. Thank you for your watching. If you have any doubts, feel free to contact me.